Hi guys, Assalamu alaikum. This is Pichu Fahima here. Welcome back to my channel. എന്തിനാ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ള മിൽക്ക് ബ്രെഡിന്റെ റെസിപ്പിയാണ്. ഈ ഒരു ലോക്ക്ഡൌണിൽ ബേക്കറീസ് എല്ലാം ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല ബ്രെഡ് കിട്ടുന്നില്ലെങ്കിൽ ആരും തന്നെ ടെൻഷൻ ആവണ്ട. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ മിൽക്ക് ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 3/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഈസ്റ്റും ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് മിക്സ് ആയാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 കപ്പ് മൈദയും ഇട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് പൊങ്ങാൻ വെക്കാണ്ട് എല്ലാം ഒന്നിച്ച് ആഡ് ചെയ്യുന്നത്. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഇളം ചൂട് പാലിൽ പഞ്ചസാരയും ഈസ്റ്റും ഇട്ടൊന്ന് പൊങ്ങി വന്നാൽ മാത്രം ബാക്കിയെല്ലാം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒന്ന് ഡബിൾ സൈസ് ആകുന്ന വരെ പൊങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ 1 മണിക്കൂർ ആയപ്പോൾ തന്നെ ഡോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി കുഴച്ച് എയറോ ബബിൾസോ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല ഫ്ലാറ്റ് ആയിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് സൈഡിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു എൻഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തിട്ട് സൈഡെല്ലാം കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബേക്കായി വരുമ്പോൾ ബ്രെഡ് ഷേപ്പ്ലെസ് ആയി പോവും. ഞാൻ ഓൾറെഡി ബ്രെഡ് പാന് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ ആയപ്പോൾ ഡോ നന്നായി പൊങ്ങി വന്ന് മോൾഡ് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കറക്റ്റ് ബ്രെഡിന്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ കുറച്ച് പാല് ബ്രഷ് ചെയ്ത് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 170 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ഒന്ന് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കളർ ആയാൽ ഓവണിനെടുത്ത് പുറത്ത് വെച്ച് ബട്ടർ വാഷ് ചെയ്ത് കൊടുക്കാം. ബട്ടർ വാഷ് ചെയ്താൽ മേലെ നല്ല ഗ്ലേസും കിട്ടും, പിന്നെ സോഫ്റ്റും ആവും. അപ്പം മിൽക്ക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണിത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഇതായ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. താങ്ക് യു.